നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറിയിൽ കാർ ബൈക്കിലിടിച്ച് പരിക്കേറ്റ് യുവാവ് മരിച്ചു. ആദൂർ കാരങ്ങൽ 24 വയസ്സുള്ള മുഹമ്മദ് ഹാഷിമാണ് മരിച്ചത്. ഹാഷിമിന്റെ ഭാര്യ എരുമപ്പെട്ടി സ്വദേശി 20 വയസ്സുള്ള സിയ മൈമുന ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെ കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ പാഴിയോട്ടുമുറി പാത്രമംഗലം റോഡിന് സമീപമാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി ഭാഗത്തുനിന്നും അമിത വേഗത്തിൽ വന്നിരുന്ന കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലേക്ക് സഞ്ചരിച്ച് എതിരെ വന്നിരുന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ദമ്പതികൾ അകലേക്ക് തെറിച്ചു വീണു. തുടയെല്ല് തകർന്ന ഹാഷിം തൃശൂർ എലൈറ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെ 2:30 മരിക്കുകയായിരുന്നു. ഹാഷിമിന്റെ കാൽ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചു മാറ്റിയിരുന്നു. സിയ മൈമൂനയുടെ കൈകാലുകളുടെ എല്ലുകൾക്കും ഇടുപ്പെല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട്. അങ്കമാലി അപ്പോളോ ആശുപത്രിയിൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കി ചികിത്സയിലാണ്. 2 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം കഴിഞ്ഞത്. എരുമപ്പെട്ടിയിലെ ഭാര്യ വീട്ടിലേക്ക് വരുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. അടുത്ത ദിവസം ദുബായിലേക്ക് ജോലിക്ക് പോകാനിരിക്കുകയായിരുന്നു ഹാഷിം. വേലൂരിൽ വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണാഭരണവും പണവും കവർന്ന കേസിൽ 3 യുവാക്കളെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. വേലൂർ ചിറ്റാടൻ ജിജുവിന്റെ വീട്ടിലാണ് പ്രതികൾ കവർച്ച നടത്തിയത്. വടക്കാഞ്ചേരി തെക്കുംകര സ്വദേശികളായ അച്ചിങ്ങര വീട്ടിൽ 18 വയസ്സുള്ള കൃഷ്ണദേവ്, അരയപ്പറമ്പിൽ 18 വയസ്സുള്ള യാദവ് കൃഷ്ണ, ഇരട്ടക്കുളങ്ങര പുതുപറമ്പിൽ 18 വയസ്സുള്ള വിഷ്ണു പി നായർ എന്നിവരാണ് അറസ്റ്റിലായത്. പ്രായപൂർത്തിയാകാത്ത ഒരു ആൺകുട്ടിയും കേസിൽ പ്രതിയാണ്. ബുധനാഴ്ച 12 മണിയോടെയാണ് സംഭവം. പരാതിക്കാരൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ആയുധങ്ങളുമായി കയറിയ പ്രതികൾ ഇയാളെ മർദ്ദിച്ച് കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി കഴുത്തിൽ കിടന്നിരുന്ന 1 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിച്ചെടുക്കുകയും 5000 രൂപ ബലമായി ഗൂഗിൾ പേ വഴി പ്രതികളിൽ ഒരാൾക്ക് അയപ്പിക്കുകയും മേശയിലുണ്ടായിരുന്ന 2500 രൂപയും ഐഫോണും കവരുകയുമായിരുന്നു. 2 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടതായി പരാതിക്കാരൻ പറയുന്നു. സംഭവ സമയത്ത് ജിജു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ജിജുവിനെ വിവസ്ത്രനാക്കി മൊബൈൽ ഫോണിൽ ഫോട്ടോ എടുക്കുകയും മോഷണ വിവരം പുറത്തറിയിച്ചാൽ ഫോട്ടോ ഭാര്യയ്ക്കും ബന്ധുക്കൾക്കും അയച്ചുകൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പറയുന്നു. ജിജുവിന്റെ ശരീരത്തിൽ കത്തി കൊണ്ട് വരഞ്ഞ് മുറിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കേച്ചേരി തൂവാനൂർ പെട്രോൾ പമ്പിന് സമീപം നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് 6 പേർക്ക് പരിക്ക്. മലപ്പുറം ചെമ്മാട് സ്വദേശികളായ 6 പേർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച പുലർച്ചെ 12:40 അപകടം. കാർ യാത്രികരായ മലപ്പുറം ചെമ്മാട് സ്വദേശികളായ അരിക്കാടൻ വീട്ടിൽ സൈദലവിയുടെ മകൻ ഷെരീഫ്, മുനീസ്, താഴെപ്പുരയ്ക്കൽ വീട്ടിൽ മുഹമ്മദ് അലി മകൻ ഫഹനാസ്, കൃഷ്ണപ്പറമ്പിൽ വീട്ടിൽ ലത്തീഫ് മകൻ അഫ്സൽ, ചോനാരി വീട്ടിൽ കോയ മകൻ മുഹമ്മദ് ഫവാസ്, ഉള്ളാട്ട് വീട്ടിൽ അസീസ് മകൻ അബ്ദുൾ വാഹിദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ കേച്ചേരി ആക്ട്സ് പ്രവർത്തകർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസറുടെ കീഴിൽ കാർഷിക വിജ്ഞാന വികസന വിപണന കേന്ദ്രം ആരംഭിച്ചു. പോർക്കുളം പഞ്ചായത്തിലെ അക്കിക്കാവിൽ ആരംഭിച്ച കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KR സിമി അധ്യക്ഷത വഹിച്ചു. ഫാർമർ എക്സ്റ്റൻഷൻ ഓർഗനൈസേഷനും ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും ചേർന്നാണ് കാർഷിക വിജ്ഞാന വികസന വിപണന കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഗുണനിലവാരമുള്ള നടീൽ വസ്തുക്കൾ ലഭ്യമാക്കുക, ആവശ്യമായ സാങ്കേതിക വിജ്ഞാനം ഉറപ്പുവരുത്തുക, കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിപണി കണ്ടെത്തുക, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുക എന്നിവയാണ് സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ആത്മ BFC ചെയർമാൻ M ബാലാജി, ജില്ലാ പഞ്ചായത്ത് അംഗം MV പ്രശാന്ത്, കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ്, പോർക്കുളം കൃഷി ഓഫീസർ സുഷ്ന തുടങ്ങിയവർ സംസാരിച്ചു. നാട്ടുകാർക്ക് തണലും പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കുന്നതുമായ ഉപ്പുങ്ങലിലെ അതിപുരാതന പഴക്കമുള്ള ആൽമരം ഉണക്കിക്കളയുവാൻ സ്വകാര്യ വ്യക്തി ശ്രമിച്ചതായ ആക്ഷേപം. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചാണ് മരത്തിന്റെ വേരുകൾ മുറിച്ചു മാറ്റിയിട്ടുള്ളത്. ഉപ്പുങ്ങൽ കോൾപ്പടവിന് സമീപത്തെ ആൽമരത്തിന്റെ വേരുകളാണ് മുറിച്ചുമാറ്റിയെന്ന ആക്ഷേപമുയർന്നത്. ഇവിടെ മതിൽ കെട്ടുന്നതിന് വേണ്ടിയാണ് മരത്തിന്റെ വേരുകൾ മുറിച്ചിട്ടുള്ളത്. നാട്ടുകാരും കർഷകരും ആൽമരം ഒഴിവാക്കി മതിൽ കെട്ടുവാൻ നിർദ്ദേശിച്ചെങ്കിലും സ്വകാര്യ വ്യക്തി ആലിന് സമീപം തന്നെ മരത്തിന്റെ വേരെറുത്ത് തറ കീറുകയാണുണ്ടായത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവ് നൽകി.
ആൽമരം നിൽക്കുന്ന 30 സെന്റ് ഭൂമി മറ്റൊരു സ്വകാര്യ വ്യക്തിയുടേതാണെങ്കിലും കൃഷി അനുബന്ധ ആവശ്യങ്ങൾക്കായി വർഷങ്ങൾക്ക് മുമ്പ് നീക്കിവെച്ചതാണെന്ന് പറയപ്പെടുന്നു. ബണ്ട് നിർമ്മാണത്തിനുള്ള മണ്ണും മറ്റും അനുബന്ധ സാധനങ്ങളും നിക്ഷേപിച്ചിരുന്നത് പൊന്നേക്കാരൻ ഭൂമി എന്നറിയപ്പെടുന്ന ഈ പറമ്പിലാണ്. അടുത്തിടെ കൃഷി കമ്മിറ്റിയും വസ്തുവിന്റെ അതിർത്തി പങ്കിടുന്ന വ്യക്തിയും തമ്മിൽ അതിർത്തി തർക്കത്തെ തുടർന്ന് വസ്തു അളന്ന് കോൺക്രീറ്റ് കൽ കുത്തിയിട്ടുണ്ട്. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ റെസ്റ്റോറന്റ് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായാണ് ആലിന്റെ വേരുകൾ മുറിച്ചത്. എന്നാൽ വർഷങ്ങൾ പഴക്കമുള്ള ആൽമരത്തെ ഇല്ലാതാക്കാനാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ചുറ്റുഭാഗത്തെ വേരുകൾ മുറിച്ചതെന്നും മരം ഇല്ലാതാക്കുവാൻ നടത്തുന്ന ശ്രമമാണെന്നും കർഷകരും നാട്ടുകാരും പറയുന്നു. അതേസമയം തന്റെ ഭൂമിയിലേക്ക് അതിക്രമിച്ചു കയറി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയിൽ സ്വകാര്യ വ്യക്തി 2 പേർക്കെതിരെ വടക്കേക്കാട് പോലീസിൽ പരാതി നൽകി. CPIM സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സംയോജിത പച്ചക്കറി കൃഷിയുടെ കുന്നംകുളം ഏരിയ തല ഉദ്ഘാടനം വിപുലമാക്കുന്നതിനായി 101 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പെരുമ്പിലാവിലെ കർഷകനായ അസീസിന്റെ വസതിയിൽ കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KB ജയൻ ഉദ്ഘാടനം ചെയ്തു. സംയോജിത കൃഷിയുടെ ഏരിയ തല ഉദ്ഘാടനം ജൂൺ 23-ന് പെരുമ്പിലാവിൽ കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് M ബാലാജി നിർവഹിക്കും. ഏരിയ കമ്മിറ്റിക്ക് കീഴിൽ 30 ക്ലസ്റ്ററുകളിലായാണ് കൃഷി ഇറക്കുന്നത്. സംഘാടക സമിതി ചെയർമാനായി കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മനെ തെരഞ്ഞെടുത്തു. കർഷക സംഘം ഏരിയ കമ്മിറ്റി അംഗം പത്മ വേണുഗോപാൽ, കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ KE സുധീർ, അജിത് കുമാർ, വൈസ് പ്രസിഡന്റ് സലിം, CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ, മുഹമ്മദ് ഹാഷിം എന്നിവർ സംസാരിച്ചു. ചരമം. പഴഞ്ഞി പട്ടിത്തടം പേങ്ങാട്ടയിൽ കുഞ്ഞുമോന്റെ ഭാര്യ സുലൈഖ നിര്യാതയായി 67 വയസ്സായിരുന്നു. ഖബറടക്കം നടത്തി. നസിയ, ഫൗസിയ, ജസിയ, നിയാസ് എന്നിവർ മക്കളാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിട്ടയേർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ ചെറായി ചുള്ളിയിൽ ശേഖരൻ കോഴിക്കോട് വെച്ച് നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം മാവൂർ റോഡ് സ്മൃതി പഥത്തിൽ നടത്തി. പ്രകാശിനി ഭാര്യയും രമ്യ, രാകേഷ്, ഐശ്വര്യ എന്നിവർ മക്കളുമാണ്. ഇതോടെ സ്പോട്ട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.